കുടുംബശ്രീ പ്രവർത്തകരെ കോൺഗ്രസ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ പാർട്ടി വിട്ടതെന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി ദീപ ഷാജി 24നോട്. കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന ദീപ ഷാജി തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CPIM-ന്റെ ഭാഗമാവുകയായിരുന്നു. നഗരസഭയിലെ 20ാം ഡിവിഷനിൽ പാർട്ടി ചിഹ്നത്തിലാണ് ദീപയുടെ മത്സരം. നിലവിലെ ചെയർപേഴ്സൺ കലാരാജുവിനെതിരെയും ദീപ ഗുരുതര ആരോപണം ഉന്നയിച്ചു. അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസമാണ് LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. അതിലൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടായി. UDF-ന്റെ ഭാഗമായിരുന്ന കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ദീപ ഷാജിയാണ് 20ാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി LDF അവതരിപ്പിച്ചിരിക്കുന്നത്. അതും CPM-ന്റെ ചിഹ്നത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ദീപ ഷാജി തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ശരിക്കും എന്തുകൊണ്ടാണ് UDF-ൽ നിന്ന് LDF-ലേക്കൊന്ന് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ കലാരാജുവിന്റെ ഒരു അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട അതൃപ്തിയാണോ? അതെന്ന് പറഞ്ഞാൽ അവര് കുടുംബശ്രീ അംഗങ്ങളുടെ പലരുടെയും പേരിൽ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തുക ഒരു 16 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ആ തുക അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് പലതവണ ആവശ്യപ്പെട്ടു. ഇപ്പോൾ UDF-ലേക്ക് വന്നപ്പോഴും ഞാൻ അവരോട്, അതായത് UDF-ലെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ തുക നമ്മൾ അടപ്പിക്കണം, അല്ലെങ്കിൽ മോശമാണ്. കുടുംബശ്രീയുടെ അത്രയും അംഗങ്ങളെ, ഒരു 17 പേരോളം അടങ്ങുന്ന കുടുംബശ്രീ അംഗങ്ങളെ കുരുക്കിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു ജപ്തി നോട്ടീസ് പോലും ഈ കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ, അതായത് കലാരാജു എടുത്ത ലോണിന്റെ പേരിൽ വന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ UDF-ന്റെ തന്നെ ഈ കലാരാജു UDF-ലേക്ക് വന്നപ്പോൾ UDF-ന്റെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതെ, അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിളിച്ച് സംസാരിക്കണം, അവരോട് ഈ തുക അടയ്ക്കാൻ പറയണം എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു UDF-ന്റെ ഈ പ്രദേശത്തെ നേതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? അവരാരും ഇതിനു വേണ്ടി മുൻപന്തിയിലേക്ക് വന്നില്ല. ഒരു കാര്യത്തിലും അവര് ഈ ഒരു താല്പര്യത്തോടുകൂടി ഇങ്ങനെ പൈസ അടപ്പിക്കാനുണ്ടല്ലോ എന്ന് പോലും അത് ശ്രദ്ധിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബശ്രീ അംഗങ്ങളെ പിന്തുണയ്ക്കാൻ UDF-ന്റെ നേതാക്കൾ തയ്യാറാവാതെ കലാരാജുവിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പൊ കുടുംബശ്രീ അംഗങ്ങളെ പിന്തുണച്ചില്ലല്ലോ, അതല്ലേ കലാരാജുവിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും അത് കേൾക്കാൻ തയ്യാറാവാത്തെ, അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാവാത്തെ. മത്സരത്തിൽ ശുഭപ്രതീക്ഷയുണ്ടോ? ശുഭപ്രതീക്ഷയുണ്ട്. ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും ദീപ ഷാജി ഈ ഒരു മത്സരരംഗത്തേക്ക്, കൂത്താട്ടുകുളത്തെ മത്സരരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. LDF-ന്റെ പിന്തുണയുണ്ട്. പ്രത്യേകിച്ചും CPM-ന്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് പഴയ പ്രശ്നങ്ങളുടെ എല്ലാം ബാക്കി പത്രമായി ഈ ഒരു കാര്യത്തെ കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക പ്രശ്നങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.